ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. എനിക്ക് ഇന്ന് ഒരുപാട് ലോങ് റീഡിംഗ് ആക്കുന്നില്ല, ചെറിയ റീഡിംഗ് എടുക്കാം. സിറ്റുവേഷൻ, ആക്ഷൻ, ഔട്ട്കം എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം എന്താണ്, ആൻഡ് അതിന് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം, ആൻഡ് അതിൻ്റെ നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമ്പോൾ ഔട്ട്കം എന്തായിരിക്കും എന്ന രീതിയിൽ നോക്കാം. ഓക്കെ, വലിയ ലോങ് റീഡിംഗ് ആവില്ല. സിറ്റുവേഷൻ നിങ്ങളുടെ ഓക്കെ, ലോസിൻ്റെ കാര്യമാണ് കാണുന്നത്. പലതരത്തിലുള്ള ലോസ് ആയിരിക്കാം. നിങ്ങൾക്ക് ഇമോഷണൽ ലോസ് ആയിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങളുടെ നഷ്ടം എന്ന രീതിക്ക്, ഫൈനാൻഷ്യൽ ലോസ്, ഇമോഷണൽ ലോസ്, ആരെങ്കിലും ഏതെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും, ഈവൻ കരിയർ, ജോലി, എന്തെങ്കിലും നിങ്ങൾക്കൊരു ലോസ് വന്ന പോലെ, ഒരു നഷ്ടം വന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ 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 ആക്ച്വലി ഈ കാർഡ് ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് സെൽഫ് ലവിൻ്റെ കാര്യമാണ് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ അവനവനെ നിങ്ങൾ സ്നേഹിക്കുക എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കരുതണ്ടാതായിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എനിക്കിത്ര അർഹതയില്ലാത്തതുകൊണ്ടാണ് എനിക്കത് കിട്ടാതിരുന്ന്, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്തുണ്ടോ, ആക്ച്വലി 3 നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ 2 കപ്പ് നമുക്ക് സ്റ്റാൻഡിങ്ങും ഉണ്ട്. ഓക്കെ, 3 വീണ് പോയി, പക്ഷെ 2 ബാക്കിയുണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾ തിരിച്ചറിയാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളതിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങാം, നിങ്ങൾ അവനവനെ സ്നേഹിച്ച് തുടങ്ങുക. ഇതെവിടെയോ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, സെൽഫ് ലവ് ചെയ്ത് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഓക്കെ, ന്യൂ ബിഗിനിങ് നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, നഷ്ടപ്പെട്ടത് പോയി, ഓക്കെ എന്ന് വെച്ചാൽ അത് ആലോചിച്ച് നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഉള്ളതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ സെൽഫ് വാല്യൂ ചെയ്യാം. ഓക്കെ, സെൽഫ് ലവ് ചെയ്യാം. ഈ ഒരു കാർഡ് അങ്ങനെ കൂടി നമ്മൾ പറയും. ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മൾ അവനവനെ സ്നേഹിക്കുക എന്നും കൂടിയുണ്ട്. അവനവന് കൊടുക്കുക കെയർ. നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു വിഷമമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, നഷ്ടത്തിൻ്റെ ഒരു വിഷമത്തിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവനവനെ കുറച്ച് കെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാം അവനവനെ. ആൻഡ് നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് ഒരു പുതിയൊരു തുടക്കത്തിനുള്ള സാധ്യത ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ പുതിയ തുടക്കം, നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഓക്കെ, ഒരു ലൈഫ് നിങ്ങൾ ഇനിയും മുന്നോട്ട്, എൻ്റെ ലൈഫ് ഇവിടെ എൻഡ് ആവുന്നില്ല, ഞാൻ ഇനിയും മുന്നോട്ട് ഇനിയും പോവും എന്ന ധൈര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കുക എന്ന രീതിക്ക് കൂടി കാണുന്നുണ്ട്. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോവാം മുന്നോട്ട്. ഓക്കെ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട എന്ന രീതിയിലാണ് നിങ്ങളുടെ ആക്ഷൻ. ആക്ച്വലി നിങ്ങളൊന്ന് സെൽഫ് കെയർ ചെയ്യുക, ആദ്യത്തെ കാര്യം. ഓക്കെ, സെൽഫ് ലവ് ചെയ്യുക. ആൻഡ് നിങ്ങൾ നെക്സ്റ്റ് ഒരു പുതിയ കാര്യത്തിലേക്ക്, നിങ്ങൾ പുതിയ തുടക്കം, വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾ കൊണ്ടുവരാം. നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്കം എന്തായിരിക്കും നോക്കാം. നിങ്ങളിത് സെൽഫ് ലവും നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ എന്താവും, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എന്താ കാണുന്നത് നോക്കാം. യെസ്, ഹാപ്പിനെസ് ആൻഡ് ഹാർഡ് വർക്ക്. ഓക്കെ, ഒരു കാർഡ് കൂടി എടുത്തേക്കാം നിങ്ങൾക്കൊരു ഗൈഡൻസ് പോലെ. യെസ്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനാണ് ഇവിടെ വളരെയധികം നിങ്ങളോട് പറയുന്നത്. സെൽഫ് ലവിലേക്ക് വരിക. നിങ്ങൾ അവനവനെ നിങ്ങൾ കെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആക്ച്വലി വളരെ കെയറിങ് പേഴ്സൺ ആണ്. അത് എപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് മാത്രം കൊടുത്തു കാണും. ഓക്കെ, പക്ഷേ ഇനി കുറച്ച് നിങ്ങൾ അവനവനെ കെയർ ചെയ്യേണ്ട ഒരു സമയമാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ്സിൻ്റെ കാര്യം കാണുന്നുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ വീണ്ടും ഇപ്പം നമ്മൾ റീബിൽഡ് ചെയ്ത് ഒരു റീസ്റ്റാർട്ട് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അതിന് നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് വേണ്ടി വരും. പക്ഷേ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പി ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് വരുമെന്ന് പറയാം. അത് ഹാപ്പി ഫാമിലി എന്നാണ് ഇവിടെ കാണുന്നത്. ഫാമിലി അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഒരു സന്തോഷം. ഓക്കെ, നിങ്ങളുടെ കുടുംബമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങളുടെ സ്വന്തം ഒരു സന്തോഷം എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതിന് ലേശം ഹാർഡ് വർക്ക് വേണം. ഓക്കെ, ഹാർഡ് വർക്ക് ഉണ്ടാവും മുന്നോട്ട് പോകുമ്പോൾ ഫ്യൂച്ചറിലേക്ക്. പക്ഷേ ഔട്ട്കമ്മിൽ യെസ് നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നതായിട്ട് കൂടിയാണ് കാണുന്നത്. നിങ്ങൾ സാറ്റിസ്ഫൈ ആവുന്ന പോലെയാണ് കാണുന്നത്. എന്തെങ്കിലും നഷ്ടം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കാം. പോയത് പോയി എന്ന് പറഞ്ഞ് വിട്ട് കളയാം. എനിക്ക് അത്ര എളുപ്പമല്ല, പറയാൻ അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ അതൊരിക്കലും നിങ്ങളെ ഡൗൺ ആയിട്ട് താഴത്തേക്ക് വലിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഓക്കെ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക. നിങ്ങൾക്ക് കഴിവുകളുണ്ട്, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. ആ കഴിവ് യൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങാം. ഓക്കെ, ആൻഡ് വീണ്ടും നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്യേണ്ടി വരും. ഇതേപോലെ ഒന്ന് റീബിൽഡ് ചെയ്ത് വരാൻ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ തന്നെ നമുക്ക് എഫേർട്ടാണ്. ഓക്കെ, അതൊക്കെ ചെയ്ത് നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സന്തോഷം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ജഡ്ജ്മെന്റ് സെലിബ്രേഷൻ എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ന്യായമായത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെയോ നിങ്ങൾക്കുള്ള അല്ല എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, അത് വിട്ട് കളഞ്ഞേക്കാം. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ചിലത് ഇനിയും ബാക്കിയുണ്ട്. ഓക്കെ, 2 കപ്പ് ഇനിയും ബാക്കിയുണ്ട്. അതിനെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക, അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. അതിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങൾ ശ്രമിക്കാം. ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, തീർച്ചയായും നിങ്ങളുടെ ഫാമിലിയിലേക്ക് എഫേർട്ട് ഇടുക എന്നുകൂടി എനിക്ക് തോന്നുന്നുണ്ട്. ഔട്ട്കം ആയിട്ട് ആക്ച്വലി നിങ്ങളുടെ ഫാമിലി ഹാപ്പി ആവും എന്ന രീതിക്കും ഉണ്ട്. നിങ്ങൾ ഫാമിലിയിലേക്ക് കുറച്ചുകൂടി കെയർ കൊടുക്കുക എന്ന രീതിക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, പക്ഷെ നിങ്ങളെ അവനവനെ ആദ്യം നിങ്ങൾ കെയർ ചെയ്യുക. അതാണ് വേണ്ടത്. ഫസ്റ്റ് ആക്ച്വലി വേണ്ടത് നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക.
ഓക്കെ. നിങ്ങൾക്ക് ക്വീൻ ആയിട്ട് മാത്രം എടുക്കേണ്ട, ക്വീൻ ആയാലും കിങ് ആയാലും ഓക്കെ, രണ്ടുപേർക്കും അത് ബാധകമാണ്. ഓക്കെ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനോർത്ത് വിഷമിച്ചിരിക്കേണ്ട, നിങ്ങൾക്ക് വേറെ നല്ലത് വരുമെന്നാണ് കാണുന്നത്. പക്ഷെ അതിന് ലേശം നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരണം. അതിന് ഒരു ലെസൺ ആയിരിക്കാം. ചിലത് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ട് പോകുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക നമ്മൾ എവിടെയാണ് എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നത്, എന്തിലാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കി തരാൻ കൂടി ആയിരിക്കും. ഓക്കെ, നമുക്ക് ഒറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. ഇലക്ട്രിക് ഈൽ സ്പിരിറ്റ്, ബ്രിങ് യുവർ ഐഡിയാസ് ടു ലൈഫ്. ഏസ് ഓഫ് വാണ്ട്സ്, ദർ ഈസ് ഓൾവേസ് ഇനഫ്. ലൈഫ് ഇസ് സ്പീഡിങ് അപ്പ്. സ്റ്റാർഫിഷ് സ്പിരിറ്റ്, ഓപ്പൺ ടു ഇൻഫിനിറ്റ്. വായിക്കുന്നതിന് കൗ സ്പിരിറ്റ്, മിറക്കിൾസ് ആർ എൻലെസ്. മേക്ക് യുവർ ഡ്രീംസ് റിയൽ എന്നുണ്ട് ഇവിടെ. ഗുഡ്. സ്പൈഡർ സ്പിരിറ്റ്. ഓക്കെ, ഇവിടെ സ്പൈഡർ സ്പിരിറ്റ് മേക്ക് യുവർ ഡ്രീംസ് റിയൽ എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിവിടെ നമ്മൾ വല നെയ്ത് നമ്മൾ ആക്ച്വലി എഫേർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ലേശം എഫേർട്ട് ഇടേണ്ടി വരും. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഡ്രീംസ് റിയൽ ആവും എന്നാണ്. ആൻഡ് ഇവിടെ ബ്രിങ് യുവർ ഐഡിയാസ് ടു ലൈഫ്, ഇത് നമ്മുടെ ഏസ് ഓഫ് വോൺസ് കാർഡാണിത്. ഏസ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട്, നിങ്ങൾക്ക് കഴിവുകളുണ്ട്, ടാലൻസ് ഉണ്ട് നിങ്ങളുടെ. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലുണ്ട്, എന്തെങ്കിലും ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ റിയൽ ആക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതിന് വേണ്ടി സ്റ്റെപ്സ് എടുക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഓക്കെ, നിങ്ങളുടെ ഐഡിയാസ്, അതിനെ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുവേണ്ടി ലേശം ഹാർഡ് വർക്കൊക്കെ വേണ്ടി വരും. ഓക്കെ, പക്ഷേ ദർ ഈസ് ഓൾവേസ് ഇനഫ് എന്നാണ് പറയുന്നത്. നമ്മൾ ആക്ച്വലി നേരത്തെ പറഞ്ഞതുണ്ട് 3 കപ്പ് വീണ് പോയി, 2 ബാക്കിയുണ്ടെന്നല്ലേ. ആ 2 അത് മതി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ. ഓക്കെ, ആ 3 പോയത് നിങ്ങൾക്കല്ലാത്ത സാധനങ്ങളാണ്, അത് പൊയ്ക്കോട്ടെ എന്ന് വയ്ക്കാം. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ളതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ലൈഫ് ഇസ് സ്പീഡിങ് അപ്പ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് മാറ്റങ്ങൾ വരികയാണ്, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് മാറ്റങ്ങൾ വരും. അപ്പോൾ അതിനും അത് പെട്ടെന്നായിരിക്കും എന്ന രീതിയിലാണ്. അതായത് ഇപ്പം എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് കരുതി നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട. കാരണം മുന്നോട്ട് നിങ്ങളായിട്ട് തന്നെ ചെയ്യുക ചില കാര്യങ്ങൾ, ആൻഡ് ലൈഫും നിങ്ങൾക്ക് മുന്നോട്ട് പോകുമെന്ന രീതിക്ക് തന്നെയാണ്. ഓപ്പൺ ടു ഇൻഫിനിറ്റ് പോസിബിലിറ്റി. നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ഒരുപാടുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്, നിങ്ങൾക്ക് വഴികൾ ഒരുപാട് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആവും. നിങ്ങളത് കാണാനും സ്വീകരിക്കാനും ചെയ്യാനും എന്താ പറയുക, അതിനെ നമ്മളത് നമ്മുടെ ശ്രദ്ധ, അതാ ഞാൻ പറഞ്ഞ 3 വീണ് പോയി, 2 നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കപ്പ് അല്ലേ. ആ കപ്പിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല, ആ നിൽക്കുന്നതിൽ നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും പോസിബിലിറ്റീസ് ഉണ്ട്, അവസരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ചിലത് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അതിലേക്ക് നിങ്ങൾ നോക്കി തുടങ്ങാം. ഓക്കെ, കൗ സ്പിരിറ്റ് ദ മിറക്കിൾസ് ആർ എൻലെസ്. ആക്ച്വലി മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്ന് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഏസ് ഓഫ് കപ്സും നമ്മുടെ ഏസ് ഓഫ് വോൺസും ക്വീൻ ഓഫ് കപ്സും ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷങ്ങളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയോ ബ്ലെസ്സിങ് വരുന്നതായിട്ടും പുതിയ തുടക്കങ്ങൾ വരുന്നതായിട്ടും ഒക്കെയാണ്. ഓക്കെ, സോ എന്തെങ്കിലും അങ്ങനെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ അങ്ങനെ വിഷമിച്ചിരിക്കാതിരിക്കുക. മുന്നോട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകാൻ നിങ്ങൾ വീണ്ടും അവനവനെ തന്നെ നിങ്ങൾ ആദ്യം സ്ട്രോങ് ആക്കി കൊണ്ടുവരാം. അവനവനെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് സെൽഫ് കെയർ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക. നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങുക, യൂസ് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.